നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് വർഗീസ് ടി വി എന്നാണ്. റാന്നിയിലാണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായിട്ട് ഇടപ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി തന്നു. അങ്ങനെ 15-ാമത്തെ വയസ്സിൽ എനിക്ക് സ്നാനപ്പെടുവാനായിട്ട് അവസരങ്ങൾ കർത്താവ് ഒരുക്കി തന്നു. അങ്ങനെ സ്നാനപ്പെട്ടു ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോഴും കർത്താവിൻ്റെ വേലയ്ക്കായിട്ടുള്ള വിളി എൻ്റെ മേലുണ്ടായിരുന്നു. ഞങ്ങൾ 3 മക്കളാണ്. 3 പേരുടെ മേലും കർത്താവിൻ്റെ വിളി ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ രണ്ടാമത്തെ ആളാണ്. അങ്ങനെ ആ വിളി ഉണ്ടായിരുന്നിട്ടും എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷമായിട്ട് ഞാൻ പല തൊഴിലുകൾ പഠിക്കുവാനൊക്കെ മുൻപോട്ട് പോകുവാനായിട്ടിടയായി തീർന്നു. മെക്കാനിക്കൽ സൈഡിലേക്ക് നീങ്ങുവാനിടയായി തീർന്നു. അതിനുശേഷമായിട്ട് പല പല തൊഴിലുകളിലേക്ക് ഞാൻ ഇങ്ങനെ അത് പഠിക്കുവാനൊക്കെ പോകുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ അതൊന്നും പഠിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത നിലയിൽ അതെല്ലാം പാതി കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുവാനിടയായി തീർന്നു. എൻ്റെ മാതാവാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്ന. കുറെ കാലങ്ങൾ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ കൊച്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് എൻ്റെ മാതാവ് ഒരു കൺവെൻഷനിൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുവാനിടയായി തീർന്ന ആശാരി ഉപദേശി എന്ന് പറയുന്ന ആ ദൈവ മനുഷ്യൻ അവിടെ വന്ന് യോഗങ്ങൾ നടത്തുന്ന സമയത്ത് എൻ്റെ മാതാവ് രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഞങ്ങൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അങ്ങനെ വിശ്വാസാനുഭവത്തിലേക്ക് എൻ്റെ മാതാവ് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. പിതാവിന് വളരെ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കോണ്ടാക്ട് വർക്കറായിരുന്നു പിതാവ്. അതിനുശേഷമായിട്ട് കുറെ നാളുകൾക്ക് ശേഷമായിട്ട് പിതാവും എൻ്റെ മാതാവിനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ സ്വീകരിച്ച് അങ്ങനെ മുൻപോട്ട് പോകുവാനിടയായി തീർന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ, എന്നാൽ എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ അല്പ താല്പര്യക്കുറവൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്ത് കർത്താവിനെ സേവിച്ച് മുൻപോട്ട് പോകണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വരുവാൻ തൊക്കൊണ്ടിടയായി തീർന്നു. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ആ തൊഴിലുകളൊന്നും പൂർത്തീകരിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. എനിക്ക് വാദം എന്ന് പറയുന്ന ഒരു രോഗം എന്നെ കടന്നു പിടിക്കുവാനായിട്ടിടയായി തീർന്നു. ശരീരത്തിൻ്റെ ഓരോ അസ്ഥികളും വളരെ വേദനയാൽ ഭാരപ്പെടുന്ന, അതേ ആമവാദം എന്ന് പറയും, മലയാളത്തിൽ പറഞ്ഞാൽ ആമവാദം എന്ന് പറയുന്ന ആ രോഗം എന്നെ പിടിച്ച് ഞാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ഒടുവിൽ ഞാൻ ദൈവസന്നിധി തന്നെ പല ഇങ്ങനെ വൈദ്യന്മാരാലൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് പൂർണ്ണമായിട്ട് വിടുതൽ ലഭിക്കാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുവാനായിട്ടിടയായി തീർന്നു. മോനെ, നീ അത് എനിക്കുള്ളവനാണ്, എൻ്റെ വേല ചെയ്യണമെന്നുള്ളതായ ആ വ്യക്തമായ ആ വെളിപ്പാട് എന്നോട് നേരിട്ട് കർത്താവ് അതങ്ങനെ എനിക്ക് ഉണ്ടാകുവാൻ സംസാരിക്കുവാനായിട്ടിടയായി തീർന്നതുകൊണ്ട് ഞാൻ പഠിക്കുവാൻ ദൈവവചനം പഠിക്കുവാനായിട്ട് പോകുവാനായിട്ട് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ പോകുമ്പോഴും അപ്പോഴും എനിക്ക് ആ ഭാഗ്യമായിട്ട് ആ രോഗം എൻ്റെ ശരീരത്തിലുണ്ട്. ഞാൻ മുളക്കട മൗണ്ട് സിയോൺ ബൈബിൾ കോളേജിൽ 1984 മുതൽ 87 വരെയുള്ള വർഷങ്ങളിൽ പഠിക്കുവാനായിട്ട് എനിക്ക് സാവകാശങ്ങൾ നൽകി. അങ്ങനെ ഞാൻ അവിടെ കടന്നു ചെന്നപ്പോഴും എൻ്റെ റൂമിൽ ഞങ്ങൾ 3 പേരാണ് ഡോർമെട്രിയിൽ താമസിക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുഴമ്പൊക്കെ ശരീരത്തിൽ തേക്കണം, കഷായമൊക്കെ കുടിക്കണം, കുറെ കഷായമൊക്കെ ആയിട്ടാണ് അങ്ങനെ കടന്നു പോകാൻ തൊക്കൊണ്ടിടയായി തീർന്നു. അപ്പോൾ സഹോദരന്മാർ പറയും, വർഗീസ്, ഈ കഷായത്തിൻ്റെ മണം വല്ലാത്ത ദുർഗന്ധമാണല്ലോ, ഈ കുഴമ്പൊക്കെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ. അത് എൻ്റെ സഹോദരന്മാർക്കൊരു അസൗകര്യമൊക്കെ ആയിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നു. ഞാൻ അവസരത്തിൽ അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ കണ്ണീരോട് പ്രാർത്ഥിച്ചു, കർത്താവിൽ ഇതിന് വൈദ്യനിലും മരുന്നിലൊന്നും ഈ വിഷയത്തിൽ ആശ്രയിക്കുവാൻ എനിക്കിടയായി തീരരുതെന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ കഷായം എല്ലാം താഴോട്ട്, അവിടെ കുറെ താഴ്ന്ന പ്രദേശമായിരുന്നു ഈ ഡോർമെട്രിയുടെ പ്രവേശം, അവിടേക്ക് ഞാൻ വലിച്ചെറിഞ്ഞിട്ട് ഇനി ആ മരുന്നിനും വൈദ്യനിലൊന്നും ആശ്രയിക്കുന്നില്ല, കർത്താവ് എന്നെ സൗഖ്യമാക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി കർത്താവിനോട് കരഞ്ഞ്
പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അന്ന് 1984 കർത്താവ് എന്നെ പൂർണ്ണമായി ആ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകി സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ രോഗസൗഖ്യത്തിൽ കൂടെ കർത്താവിനെ വളരെ രുചിച്ചറിയുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ ഞാൻ മരുന്നിലൊന്നും ആശ്രയിക്കാതെ അങ്ങനെ അവിടെ നിന്ന് പഠിച്ച് ആ കോഴ്സ് പൂർത്തിയാക്കി കർത്താവിൻ്റെ വേലയിൽ 86 മുതൽ കർത്താവിൻ്റെ വേലയിൽ ആയിത്തീരുവാൻ തക്കോണം അങ്ങനെ ഇടയായി തീർന്നു. ഇന്നുവരെയും കർത്താവിൻ്റെ വേല വിവിധയിടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശുശ്രൂഷകളുടെ ബന്ധത്തിൽ വളരെ പ്രതിസന്ധികളൊക്കെ സാമ്പത്തികമായ നിലയിലും അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പുതിയ സ്ഥലങ്ങളിലൊക്കെ പോയി കർത്താവിൻ്റെ വേല, ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഒക്കെ പോയി കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പരിഭവമൊന്നും കൂടാതെ കർത്താവ് എന്നെ വേലയ്ക്ക് വിളിച്ചതാണല്ലോ എന്നുള്ളതായ ചിന്തയോടുകൂടെ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്നുവരെയും കർത്താവ് എന്നെ ആ നിലയിൽ കർത്താവിൻ്റെ വേലയിൽ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളത് ആണ് എൻ്റെ വലിയ സാക്ഷ്യമെന്ന് പറയുന്നത്. കാരണം അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന പോലെ കർത്താവ് എന്നെ വിശ്വസ്തൻ എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. കർത്താവ് ഇന്നുവരെയും അങ്ങനെ എന്നെ നിലനിർത്തിയിരിക്കുന്നു. ഞങ്ങൾ ഇടുക്കിയിലായിരുന്നു കുറേ വർഷങ്ങൾ, ഒരു 35 വർഷത്തോളം താമസിച്ചുകൊണ്ടിരുന്നു. എൻ്റെ സ്വദേശം വടശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു വാഗ്ദത്തം, അവിടെ ഇടുക്കിയിലായിരുന്ന സമയത്ത് ദൈവദാസന്മാരൊക്കെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളിങ്ങനെ വിശ്വാസി വന്ന് അതിനുശേഷമായിട്ട് ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ അവരിങ്ങനെ ആലോചനയൊക്കെ പറയുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതിൽ ഒരു ദൈവദാസൻ പറഞ്ഞ ആലോചന 25 വർഷത്തിന് അധികമായി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് നിറവേറുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെ റാന്നിയുടെ പ്രദേശത്തേക്ക് തന്നെ അത് നിങ്ങളെ അയക്കും. അങ്ങനെ റാന്നിയുടെ പ്രദേശത്ത് ഇപ്പോൾ ഞങ്ങൾ ഉദിമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ആയിരിക്കുന്നത്. കർത്താവിൻ്റെ വേലയിൽ അങ്ങനെ സന്തോഷകരമായിട്ട് ഇപ്പോൾ മുന്നേറുന്നു. എൻ്റെ വൈഫ് റോസമ്മ, എനിക്കൊരു മോളുണ്ട്, അച്ഛൻ എന്ന് പറയും. കോവിഡ് കാലത്ത് മകളുടെ വിവാഹം കഴിയുവാൻ തക്കവണ്ണിടയായി തീർന്നു. മോള് നേഴ്സാണ്, BSc നേഴ്സാണ്. ചില വർഷങ്ങൾ സൗദിയുടെ പ്രദേശത്ത് ആയിരുന്നു. ഇപ്പോൾ ആ ജോലി അവിടുന്ന് റിസൈൻ ചെയ്ത് ഇപ്പോൾ വീട്ടിൽ ചില മാസങ്ങളായിട്ടായിരിക്കുന്നു. കുഞ്ഞിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കോവിഡ് കാലത്ത് വിവാഹം നടന്നു. ഹസ്ബൻഡ് കുവൈറ്റിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഗൾഫിൻ്റെ പ്രദേശത്ത് എവിടെയെങ്കിലും അവർ രണ്ടുപേരും 2 സ്ഥലത്തായതുകൊണ്ട് അവരുടെ കുടുംബജീവിതം ആ നിലയിൽ ധന്യകരമായി തീരേണ്ടതിനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് മോളിങ്ങനെ റിസൈൻ ചെയ്ത് ഇപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുന്നു. ആ വിഷയത്തിന് വേണ്ടി പ്രത്യേകം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം. ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് ചില മാസങ്ങളായി വീട്ടിൽ മകളായിരിക്കുന്നു. ആ മകൾക്ക് വേണ്ടി ഒരു വഴി തുറക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയായിട്ട് കുടുംബമായിട്ട് സന്തോഷകരമായിട്ട് മുന്നേറുന്ന അന്ത്യം വരെയും കർത്താവിനെ സേവിച്ച് അവൻ്റെ സന്നിധിയിൽ അന്ത്യത്തോളമായിരിക്കണമെന്നുള്ള ആ ചിന്തയാണ് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലുള്ളത്. കർത്താവിനെ അത്ഭുതമായിട്ട് അതിശയമായിട്ട് നടത്തിയ വഴികളെല്ലാം ഓർത്ത് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് എൻ്റെ സാക്ഷ്യത്തിലൂടെ പ്രസ്താവിക്കുവാനായിട്ടുള്ളത്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഈ സൂം മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ദൈവദാസൻ പറഞ്ഞ അല്പ ആലോചന ഞാൻ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദർശനപ്രകാരം നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നുവെന്ന് മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദർശനം നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് അപ്രകാരം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു. അല്പസമയങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശനം നൽകിയ ഒരു ചെറിയ സന്ദേശം ഞാൻ പറയുവാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിനെ ആധാരമായിട്ട് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അവിടെ ഞാൻ തന്നെ ആ വാക്യം വായിക്കുന്നു. എന്നാൽ ഗിലെയാദിലെ തിബ്സയിൽ നിന്നുള്ള തിബ്സ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ആ വാക്യങ്ങളിൽ എന്നെ ഒന്നാമത്തെ വാക്യത്തിന്റെ
വാക്യത്തിൽ എന്നെ ചിന്തിപ്പിച്ച, ഞാൻ തിരുവചനം ധ്യാനിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച വിഷയം എന്ന് പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നമുക്ക് ആ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഇസ്രായേലിന്റെ ഏതാണ്ട് 8ാമത്തെ രാജാവായിരിക്കുന്ന ആഹാബ് രാജാവിന്റെ കാലത്ത് ഏലിയാവ് പറയുന്ന ആ വലിയ പ്രവാചകൻ, ഇസ്രായേലിലെ വലിയൊരു പ്രവാചകനായിട്ട് നമുക്ക് ഏലിയാവിനെ കാണുവാനായിട്ട് കഴിയുന്ന പഴയ നിയമ പ്രവാചകന്മാരിൽ അത് വലിയൊരു പ്രവാചകനാണ്. പ്രവാചക ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് ഏലിയാവ് എന്ന് പറയുന്ന വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏലിയാവിന്റെ രംഗപ്രവേശനം നമ്മൾ തിരുവചനത്തിൽ ആദ്യമായിട്ട് കാണുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം വാക്യത്തിലാണ്. അവിടെ തന്നെ നമുക്കറിയാം ഏലിയാവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ബാഹ്യമായ മറ്റു കാര്യങ്ങളൊന്നും, കുടുംബശ്രേഷ്ഠതയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് ഏലിയാവിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ആ സ്ഥലം മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗിലെയാദ് എന്ന് പറയുന്ന സ്ഥലത്ത് തിപ്സി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്ന് മാത്രമേ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. എന്നാൽ നമുക്ക് പുറകോട്ട് അവനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് പറയുന്ന ഒരു കാര്യം, ആഹാബിന്റെ സന്നിധിയിൽ നമുക്ക് രാജകൊട്ടാരത്തിൽ ചെന്ന് വളരെ ധൈര്യസമേതം ഏലിയാവ് പറയുന്ന ഒരു കാര്യം, ഒരു ദൈവിക ആലോചനയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. അപ്പോൾ ആ കാര്യം, ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, വളരെ നാളുകളായി ദൈവത്തെ സേവിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവ്. ആമേൻ, സ്തോത്രം. നമുക്കറിയാം ഈ കാലഘട്ടത്തിലൊക്കെ പാരമ്പര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ വർഷങ്ങൾ പറഞ്ഞ് ഒക്കെ കർത്താവിനെ ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് സേവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ അത് പറയുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവര് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ദൈവത്തെ സേവിച്ചതിന്റെ ഫലമായിട്ട് അവർ ക്ഷീണിച്ച് ഭാരപ്പെട്ട് പ്രയാസത്തിലൊക്കെ കഴിയുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരണം അങ്ങനൊക്കെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ചിലർ പാരമ്പര്യം പറഞ്ഞ് അങ്ങനെ മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് ഏലിയാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുകയാണ്. ആ വിഷയത്തിൽ ഏലിയാവിന് യാതൊരു ക്ഷീണമോ തളർച്ചയോ അല്ലെങ്കിൽ പരിഭവം ഒന്നുമില്ല. വളരെ ധൈര്യമായിട്ട് ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ശക്തമായ ദൈവത്തിന്റെ ഒരു ആലോചനയാണ് ഈ ഏലിയാവ് പറയുന്നത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. അപ്പൊ ആ കൊട്ടാരത്തിൽ ചെന്ന് താൻ സേവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാനുള്ള ധൈര്യം ആ ഏലിയാവിന്റെ ജീവിതത്തിലുണ്ട്. കാരണം പരമാർത്ഥതയോട് ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഏലിയാവിന്റെ ആ ജീവിതത്തിന്റെ ആരംഭത്തിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആ ദൈവത്തെ സേവിക്കുന്നത് അത് വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം എന്ന് പറയുവാനായിട്ട് നമുക്കും ഇടയായിത്തീരും. കാരണം പ്രതിസന്ധികളും ഭാരങ്ങളും പ്രയാസങ്ങളും നിരാശകളും ദുഃഖങ്ങളും ഒക്കെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമുക്ക് ഭാരപ്പെടേണ്ടതായ കാര്യമില്ല. ഞാൻ സേവിച്ച് നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതായ ആ ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ അതിന് യാതൊരു മടിയും കൂടാതെ ആ കൊട്ടാരത്തിലേക്ക് കടന്നു എന്ന് ഈ ഒരു വലിയ ശക്തമായ ദൈവത്തിന്റെ ആലോചന ആ ഏലിയാവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ അത് പറയുവാനുള്ള കാര്യമെന്ന് പറയുന്ന വിശ്വസ്തയോട് ഏലിയാവ് ദൈവത്തെ സേവിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സേവിക്കുന്നു എന്നുള്ളതായ ബോധ്യം തന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്. എന്നിട്ട് പറയുകയാണ്, പറയുന്ന ദൂതിൽ ഇങ്ങനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. നമുക്ക് ഈ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുവാൻ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്.
ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ അത് ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൽ നിന്ന് മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ ഏലിയാവിന് കഴിഞ്ഞു. അല്ലെങ്കിൽ മഴ പെയ്യാതിരിക്കുവാൻ ഏലിയാവിന് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യാതിരുന്നു. 3.5 വർഷം മഴ പെയ്യാതിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തെ സേവിച്ച് നിൽക്കുന്നവൻ പറയുന്നത് അതുപോലെ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യണമെങ്കിൽ നാം ദൈവത്തെ വിശ്വസ്തയോട് സേവിച്ച് ആ ദൈവത്തിന്റെ ആലോചന പ്രകാരം മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ മുൻപോട്ട് പോകുന്ന അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ഈ കാലഘട്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെയും നമുക്കറിയാം, ഏലിയാവിന്റെ ചരിത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, പിന്നെയും ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് എന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിനോട് പറയുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത് പറഞ്ഞു, നീ കൊട്ടാരത്തിൽ ചെന്ന് ഇങ്ങനെയുള്ള ഒരു ആലോചന രാജാവിനോട് പറയണം. അതിനുശേഷമായിട്ട് പിന്നെ രണ്ടാമത് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, നീ അവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് എന്ന് യോർദാന് കിഴക്ക് കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. അത് നമുക്കറിയാം, അത് അല്പം വിഷമമുള്ള കാര്യമാണ്. ആയിരിക്കുന്ന ഇടത്തു നിന്ന് അവന് കിഴക്കോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്ക് ഉള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാൻ പറയുക. അപ്പോൾ വേണേ ഏലിയാവിന് ചോദിക്കാമായിരുന്നു, എന്തിനാ ദൈവമേ എന്നോട് ഇങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തിനാണ് അങ്ങനെ അവിടെ പോയി അങ്ങനെ ഒളിച്ചിരിക്കേണ്ടത് എന്നൊക്കെ വേണേ മറു ചോദ്യമായിട്ട് ചോദിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവനോട് ദൈവം പറയുന്ന ആലോചന അതേപടി അവൻ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ മറു ചോദ്യത്തിന്റെ ആവശ്യകത അവിടെ ഉദിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ദൈവത്തെ സേവിക്കുന്നവൻ എപ്പോഴും ദൈവത്തെ അനുസരിക്കുന്നവനാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ദൈവത്തെ അനുസരിച്ച് അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെതായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവത്തെ ചോദ്യം ചെയ്യാതെ നമ്മൾ അനുസരിക്കുവാനായിട്ട് തയ്യാറാവുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഈ കാലഘട്ടത്തിലും അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും അത് ഞാനും ഒക്കെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. ദൈവം ആ ജീവിതത്തിൽ നടത്തുന്ന വഴികളെയും വിധങ്ങളെയും ഒക്കെ ഓർക്കുമ്പോൾ അത് എത്രമാത്രം അത്ഭുതകരമായിട്ടാണ് ദൈവം നടത്തുന്നതെന്ന് ചിന്തിക്കുവാനായിട്ട് പലപ്പോഴും ഇടയായി തീർന്നിട്ടുണ്ട്. ഏലിയാവിന്റെ ദൈവമാണ് അത് നമ്മുടെയും ദൈവം എന്ന് പറയത്തക്ക നിലയിൽ ഏലിയാവിന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായ ദൈവമാണെന്ന് പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെ അത് ചിന്തിച്ച് ബലപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇവിടെ ഏലിയാവിന്റെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ ഒരു കാക്കയോട് കൽപ്പിച്ചിരിക്കും. തോട്ടിലെ വെള്ളമാണ് ഏലിയാവ് കുടിക്കുന്നത്. നമുക്കറിയാം, ആ തോട്ടിലെ വെള്ളവും കുടിച്ച് അവിടെ ഇരിക്കണം. ചില നാളുകൾ അവിടെ ആയിരിക്കണം. ആ കെരീത്തിന്റെ അനുഭവത്തിൽ ആയിരിക്കണം. കെരീത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഇങ്ങനെ ഒരു അർത്ഥം ഞാൻ വായിച്ചിട്ടുണ്ട്, അത് ഒറ്റപ്പെടലിന്റെ സ്ഥലമാണ്. അവിടെ ആരുമില്ല. നമുക്കറിയാം, അവിടെ ഒളിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മറ്റാരും കാണാതെ വണ്ണം ശാന്തമായി അത് ഒളിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ്. മറ്റാരും മനുഷ്യരാരും സഹായിക്കുവാനായിട്ട് അവിടെ കടന്നു വരുവാനായിട്ടില്ല. അങ്ങനെ ഒറ്റപ്പെടലിന്റെയും നിരാശയുടെയും ഒരു അനുഭവത്തിൽ കൂടാണ് ഏലിയാവ് ഇപ്പോൾ കടന്നു പോകുന്നത്. ദൈവത്തെ സേവിക്കുന്നവൻ, സേവിച്ച് നിൽക്കുന്നവൻ, ആ പദപ്രയോഗം ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവ എന്ന് പറഞ്ഞാൽ വളരെ നാളുകളായി, എത്ര നാളുകളായി ഏലിയാവേ നീ ദൈവത്തെ സേവിച്ച് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഏലിയാവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മോട് പറഞ്ഞേന്, ഇത്ര നാളുകളായി ഞാൻ ദൈവത്തെ സേവിച്ച് നിൽക്കുന്നു, എനിക്കതിലൊരു മടുപ്പില്ല, ക്ഷീണമില്ല, പ്രയാസമില്ല എന്ന് പറഞ്ഞേനെ. കാരണം ദൈവത്തെ സേവിക്കുന്നത് പോലെ നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ അത് എത്രയോ സന്തോഷകരമായ അനുഭവമാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ, ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഒറ്റപ്പെടലിന്റെയും
പ്രയാസത്തിന്റെയും ഭാരത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ കടന്നു വന്നാലും അതൊന്നും നമ്മെ നിരാശരാക്കുകയില്ല, തളർത്തുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഏലിയാവ് ആ ദൈവം പറഞ്ഞ അരുളപ്പാടനുസരിച്ച് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്ക് കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരുന്നു. എന്നിട്ട് ആ തോട്ടിലെ വെള്ളം കുടിച്ച്, പറഞ്ഞനുസരിച്ച് തോട്ടിലെ വെള്ളം കുടിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ഭക്ഷണം തരേണ്ടതിനായിട്ട് ഒരു കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, ചരിത്രത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യം ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. കാരണം അവൻ ദൈവം പറയുന്ന പോലെ അതേ അനുസരിച്ച് ദൈവത്തെ സേവിച്ച് നിൽക്കുന്ന തന്റെ ഭക്തനായ ഏലിയാവിന്റെ ജീവിതത്തിൽ ആ കാക്ക ആ ഭക്ഷണം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു കാലത്ത് എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് നടന്നിട്ടുള്ള കാര്യമാണോ, നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ഞാനിങ്ങനെ എൻ്റെ ചെറു മനസ്സിലൊക്കെ ചിന്തിച്ച സമയങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. കാരണം ഇതൊക്കെ വലിയൊരു അത്ഭുത സംഭവങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. എന്നാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചെയ്തതിലും അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ഇന്നും ഇതിലും വലിയ അത്ഭുതമൊക്കെ കർത്താവിന് നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് ഇടയായിത്തീരും. എത്രയോ അത്ഭുത പ്രവൃത്തികളൊക്കെ ദൈവം നമ്മിൽ ചെയ്തിട്ടുണ്ട്. ചെയ്യുവാനും ശക്തനായ ദൈവമാണ്. അനേക ദൈവമക്കളുടെ സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവമക്കളുടെ സാക്ഷ്യങ്ങളൊക്കെ അത് ആ അത്ഭുതങ്ങളെ ബലപ്പെടുത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ച വാക്യത്തിലേക്ക് പിന്നെയും കടന്നു വരുമ്പോൾ, അങ്ങനെ പോയി അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്ക് കെരീത്തിന് തോട്ടിനരികെ പാർത്തു. കാക്ക വന്ന് രാവിലെ അപ്പവും ഇറച്ചിയും, വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. ഇങ്ങനെ കുറച്ച് നാളുകൾ അവനെ അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ദൈവത്തിൻ്റെതായ സംരക്ഷണം ഏലിയാവിനുണ്ടായിരുന്നു. കാക്ക വന്ന് അപ്പം കൊണ്ട് കൊടുക്കും, ഇറച്ചി കൊണ്ട് കൊടുക്കും, തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കും. അതിനുശേഷമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ ദേശത്ത് ഇങ്ങനെ മഴ പെയ്യാതിരിക്കുന്നത് കൊണ്ട് ആ തോട്ടിലെ വെള്ളം വറ്റിപ്പോവാൻ തൊക്കെ ഇവിടെയായി തീർന്നു. ഏലിയാവിനറിയാം മഴ പെയ്യത്തില്ല. ഞാൻ പറഞ്ഞല്ല, രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഈ ആലോചന ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും ഉണ്ടാകത്തില്ല. അപ്പോൾ മഴ പെയ്യത്തില്ലെന്ന് നിശ്ചയമായിട്ട് ഏലിയാവിനറിയാം. ഞാൻ പറഞ്ഞ കാര്യം അതുപോലെ സംഭവിക്കുമെന്ന് ഏലിയാവ് വിശ്വസിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന തോട്ടിലെ വെള്ളം വറ്റി. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ഏലിയാവ് വ്യാകുലപ്പെടുന്നില്ല. 8-ാം വാക്യം, 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട്, തക്ക സമയങ്ങളിൽ ദൈവത്തിന്റെ അരുളപ്പാട് ഏലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. നമ്മുടെയും ചില പ്രതിസന്ധി വേളയിൽ ദൈവത്തിന്റെ അരുളപ്പാട് നമ്മൾ പ്രാപിക്കുന്നെങ്കിൽ നിശ്ചയമായി നാം അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ ഒരു വിടുതൽ നമുക്ക് അത് കാണുവാനായിട്ടിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് കേൾക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുടെ മുൻപാകെ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ അത് ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ തൊക്കെ നമ്മുടെ ആയിത്തീരും. ഇവിടെ 8-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നാൽ നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സരാപ്പാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് അടുത്തായിട്ട് വലിയൊരു അത്ഭുത പ്രവൃത്തി അവിടെ കാണുവാൻ കഴിയുന്നത്, ഈ ഏലിയാവിനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് കെരീത്ത് തോട്ടിനരികെ നീ എഴുന്നേറ്റ് പിന്നെയും സീദോനോട് ചേർന്ന് സരാപാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കാം. വേറൊരു സ്ഥലത്ത് ചെന്ന് പാർക്കാനായിട്ട് പറയുകയാണ്. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, ആ സരാപാത്തിലെ വിധവയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തിയായ സ്ത്രീയാണ് ആ വിധവ എന്ന് പറയുന്നത്. ആ വിധവ ഈ മകന് മാത്രമേ ഉള്ളൂ, ഭർത്താവ് ഇല്ല. അവരുടെ വീട്ടിലും വളരെ പ്രതിസന്ധികളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിലേക്കാണ്
ഏലിയാവിനെ ദൈവം അയക്കുന്നതെന്ന് കാണുവാൻ കഴിയുന്നു. എന്തിനാണ് ആ വീട്ടിലേക്ക് അയച്ചത്? നമ്മള് മറ്റു ഭാഗത്ത് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ഇസ്രായേലിൽ അനേക വിധവമാരുണ്ടായിരുന്നു, എന്നാൽ സരാപ്തയിലെ വിധവയുടെ അടുക്കലേക്കാണ് ഏലിയാവിനെ അയച്ചത്. മറ്റൊരു വിധവയുടെ അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അപ്പോൾ ആ വിധവ എന്ന് പറയുന്ന ആ വിധവ ദൈവഭക്തിയായിരുന്നു. അവള് ആ ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിക്കുന്നവളായിരുന്നു, ദൈവാസന്മാരെ മാനിക്കുന്നവരായിരുന്നു എന്നൊക്കെ നമുക്ക് അവളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഏലിയാവ് അവളെ കണ്ടപ്പോൾ എനിക്ക് അല്പം കുടിപ്പാൻ വെള്ളം തരണം, വെള്ളം എടുക്കുവാൻ പോയപ്പോൾ ഒരു അടയുണ്ടാക്കി കൊണ്ട് തരണം എന്ന് പറയുവാനിടയായി തീർന്നത്. അപ്പോൾ അവള് അവിടെ വീട്ടിന്റെ സാഹചര്യമൊക്കെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു പിടി മാവും അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ, അത് ഉണ്ടാക്കി കഴിക്കുവാനായിട്ട് വിറവുറക്കാൻ വന്നതാണ്, എന്നിട്ട് ഞാനും മകനും കൂടി മരിക്കാനായിട്ടിരിക്കുകയാണ് എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ നമുക്കറിയാം, ഏലിയാവിന് അപ്പോൾ ആദ്യത്തെ അടയുണ്ടാക്കി ഏലിയാവിന് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്വന്തം മകന് കൊടുക്കാതെ ആ ദൈവദാസനെ പോറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് കൊണ്ട് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ആ ഭവനത്തിലും അത് വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏലിയാവിന്റെ ജീവിതത്തിലും അതുപോലെ വിധവയുടെ ആ ഭവനത്തിലും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാന് ഈ സന്ദേശം ഓർപ്പിക്കുമ്പോൾ എനിക്കതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു ദൈവികമായ ആലോചന എന്ന് പറയുന്നത്, ദൈവത്തെ സേവിച്ച് നിൽക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, അവനിൽ കൂടെ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ വലിയ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നമ്മൾ അന്ത്യത്തോളം കർത്താവിനെ സേവിച്ച് നിൽക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. ദൈവത്തെ സേവിച്ച് നിൽക്കുക എന്നുള്ള ആ ഭാഗം വളരെ നമ്മൾ ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പലരും, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവത്തെ സേവിക്കുന്നതിലൊക്കെ അവര് പരാജയപ്പെടുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അവരതിൽ നിന്ന് പിന്മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്, അത് ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ അന്ത്യം വരെയും അത് ക്ഷീണിക്കാത്തവരായി ദൈവത്തെ സേവിച്ച് പരമാർത്ഥതയോട് ദൈവത്തെ സേവിക്കുവാൻ ഇടയായി തീരണം. തിരുവചനത്തിൽ അനേക ഭാഗങ്ങൾ ദൈവത്തെ സേവിച്ച് നിൽക്കുക എന്നുള്ള ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ യോശുവയും കുടുംബവും പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. ഒരു പ്രത്യേക സമയത്ത് ഇസ്രായേലിനോട് യോശുവയും കുടുംബവും പറയുന്ന ഒരു കാര്യമുണ്ട്. 24-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഇസ്രായേലിനോട് പറയുകയാണ്, യഹോവയെ സേവിക്കുന്നത് നല്ലതല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കരയെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ യോശുവയുടെ ഒരു തീരുമാനം ഇസ്രായേലിന്റെ നടുവിൽ പരസ്യമായിട്ട് യോശുവ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പറയുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ അതെല്ലാം മറ്റുള്ളവർക്കൊരു ബലമായി ആശ്വാസമായി അത് തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ചില ദുർബല നിമിഷങ്ങളിൽ നമ്മൾ പറയുന്ന നമ്മുടെ ക്ഷീണത്തിന്റെ വാക്കുകൾ, പരാജയത്തിന്റെ വാക്കുകൾ, അവിശ്വാസത്തിന്റെ വാക്കുകൾ മറ്റുള്ളവരെയും ചിലപ്പോൾ തളർത്തിയെന്ന് വന്നേക്കാം, ചിലപ്പോൾ പിന്മാറ്റത്തിലേക്ക് നയിച്ചെന്ന് വന്നേക്കാം. അതൊക്കെ അതിന് ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പത്രോസ് കൂട്ടരും നമുക്കറിയാം, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായിട്ട് മീൻ പിടിക്കുവാൻ പോകുന്ന ഭാഗം തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ളവരും പറഞ്ഞു ഞങ്ങളും പോരുന്നുവെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോൾ അതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ നമുക്കറിയാം, ദൈവത്തെ സേവിച്ച, പരമാർത്ഥയോട് സേവിച്ച യോശുവയും കുടുംബവും അവര് ജനത്തിന്റെ നടുവിൽ പറയുന്ന കാര്യം ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞല്ലോ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്കറിയാം, ഈ വാക്കുകൾ കേട്ടോർന്നെ ഇസ്രായേൽ ജനം പറഞ്ഞ കാര്യം അവിടെ തന്നെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുത്. ഞങ്ങളും യോശുവേ ഞങ്ങളെ വിടുവിച്ച ദൈവത്തെ, ഞങ്ങൾ സേവിച്ച ദൈവത്തെ തന്നെ തുടർന്നും സേവിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ സേവിക്കേണ്ടത്? 24-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ
അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. ദൈവത്തെ സേവിക്കുമ്പോൾ പരമാർത്ഥതയോട് നമ്മൾ ദൈവത്തെ സേവിക്കുവാനായിട്ട് ഇടയായി തീരണം. എൻ്റെ സാക്ഷ്യം അല്പമായിട്ട് ഞാൻ പറയുവാൻ തക്കോണം ഇടയായി തീർന്നല്ലോ. ഇന്നൊരു ഹല്ലേലൂയ, അത് കർത്താവിനെ പരമാർത്ഥതയോട് സേവിക്കുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. പലവിധമാകുന്ന പ്രയാസങ്ങള്, പ്രതികൂലങ്ങള്, ഭാരങ്ങള്, നിരാശകള്, ദുഃഖങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ദീർഘമായ സമയങ്ങളിൽ എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവത്തെ പരമാർത്ഥയോട് സേവിക്കുവാൻ കഴിയുന്നത് കൊണ്ട് ഇന്നുവരെയും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള അതേ കൃപ എനിക്ക് ദൈവം എൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, സഭാ ശുശ്രൂഷ വഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാൻ സാധിക്കും. സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കറിയാം, സഭയെ പരിപാലിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 സ്വഭാവമാണ്. 20 പേരുണ്ടെങ്കിൽ 20 പേർക്ക് 20 സ്വഭാവമാണ്. അപ്പോൾ ഈ നിലയിൽ ഉള്ള ആളുകളെയൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടി മുൻപോട്ട് പോവുക എന്ന് പറയുമ്പോൾ, ഇടയ പരിപാലനം എന്ന് പറയുന്നത്, ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇന്നയോളം കർത്താവിന്റെ വേലയിൽ നിൽക്കുവാൻ തക്കോണം ദൈവമായ കർത്താവ് അത് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോട് ആവോളം മനസാക്ഷിക്കനുസരിച്ച് നിൽക്കുവാനുള്ള കൃപ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണ് ജീവിതത്തിന്റെ ബലമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെടണം. നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണം. ഏലിയാവിന്റെ ജീവിതത്തിൽ ഏലിയാവിന് ധൈര്യസമേതം പറയുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം, അവന്റെ പാരമ്പര്യങ്ങളെ കുറിച്ചോ മറ്റേതെങ്കിലുമുള്ള ബലത്തെക്കുറിച്ചോ ഒന്നും ഏലിയാവിന് പറയുവാനായിട്ടില്ല. ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. രാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന്, ദുഷ്ടരാജാവായിരിക്കുന്ന ആഹാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന്, നമുക്കറിയാം ഇസബേലിന്റെ സ്വഭാവമൊക്കെ നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഇസബേലിന്റെ ആലോചനയ്ക്ക് രാജ്യം ഭരിക്കുന്ന ആഹാവ് എന്ന് പറയുന്ന ആ രാജാവിന്റെ മുമ്പിലാണ് ഏലിയാവ് അതേ നിൽക്കുന്നത്. അതേ ഏലിയാവിന് ഒരു ധൈര്യമുള്ളത് ഞാൻ ദൈവത്തെ സേവിക്കുന്നു എന്നുള്ളതാണ്. നമ്മളും ചിലപ്പോൾ പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വലിയ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമ്മളെ എപ്പോഴും ധൈര്യപ്പെടുത്തുവാൻ തക്കോണം നമ്മുടെ ആയിത്തീരും. യോശുവ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ആ ഭാഗം തുടർന്ന് വായിക്കുമ്പോഴൊക്കെ അറിയാം, ഇസ്രായേൽ മക്കൾ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും അന്യദേവന്മാരെ ഇനിയും സേവിക്കുകയില്ല. ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ രക്ഷിച്ച ആ ദൈവത്തെ അത് സേവിക്കുമെന്ന് പറഞ്ഞ ആ തീരുമാനത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 24-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കുമെന്ന് ജനം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്ത് അവർക്ക് ശേഖേമിൽ വെച്ചൊരു ചട്ടവും പ്രമാണവും നിശ്ചയിക്കുവാനിടയായി തീർന്നു. വീണ്ടും അവര് ആ സത്യദൈവത്തെ ആരാധിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് അവര് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീർന്ന ചരിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ നമ്മള് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന എബ്രായ ബാലന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവരെ എരിയുന്ന തീച്ചൂളയിൽ വലിച്ചെറിയുമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ പതിവിൽ കൂടുതൽ 7 മടങ്ങ് ചൂടുപിടിപ്പിച്ച ആ തീച്ചൂളയിലേക്ക് എബ്രായ ബാലന്മാരെ വലിച്ചെറിയുമെന്ന് പറഞ്ഞപ്പോൾ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവര് ദൈവത്തെ എത്രമാത്രം ആഴമായി സേവിച്ചാണ് മുൻപോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവര് ദൈവത്തെ സേവിച്ച് നിൽക്കുന്നു എന്നുള്ള ഉറപ്പ് അവരുടെ ജീവിതത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, അതിന്റെ 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന്
വിടുവിക്കുന്ന ദേവനാർ? ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം രാജാവിനോട് മറുപടി പോലും പറയുവാൻ അവർ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർക്ക് ഒരു വിശ്വാസമുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാനായിട്ട് കഴിയും. 17-ാം വാക്യത്തിൽ വളരെ ആഴമായിട്ട് അവർ പറയുന്ന കാര്യം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. അതാണ് ആ തീരുമാനം എന്ന് പറയുന്നത്. ഇനി വിടുവിച്ചില്ലെങ്കിൽ പോലും ഞങ്ങള് ആ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ എന്തെല്ലാം പ്രതികൂലങ്ങള്, പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, ഭാരങ്ങൾ വന്നാലും നമ്മൾ കർത്താവിനെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. വിശ്വാസത്തിൽ ആരംഭിച്ച് നമ്മൾ വിശ്വാസത്തിൽ തന്നെ അത് അവസാനിക്കുവാനായിട്ട് ഇടയായി തീരണം. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ വിശ്വാസത്തിൽ മരിച്ചു എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇടയ്ക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി തീരരുത്. ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ചരിത്രങ്ങൾ മുൻപോട്ട് പിന്നെയും പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇങ്ങനെ ഇത്രമാത്രം ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നിന്ന ഏലിയാവിന്റെ ജീവിതത്തിൽ പോലും ചില പ്രതിസന്ധികൾ പിന്നെ നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസബേല് ചില വാക്കുകൾ പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ വാക്കിന് മുൻപാകെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് പ്രവാചകൻ ആഗ്രഹിച്ച ചില സന്ദർഭങ്ങളും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എങ്കിലും അങ്ങനെ തന്റെ ജീവിതം അവസാനിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ മരിക്കാനായിട്ട് ആഗ്രഹിച്ച ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നപ്പോൾ അവനെ ആ നിലയിൽ മരിക്കുവാനായിട്ട് സ്വർഗം അനുവദിക്കുന്നില്ല. കാരണം ദൈവത്തെ അത് സേവിച്ച് നിൽക്കുന്നവന്റെ അന്ത്യം അങ്ങനെയല്ല. ഒരു നല്ല അന്ത്യം അവന്റെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റ് അത് എടുക്കുവാൻ തക്കോണം അവിടെയായി തീർന്നു. അഗ്നിരഥങ്ങളും അഗ്നിയശരഥങ്ങളൊക്കെ വന്ന് ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തു. അത് ചരിത്രത്തിൽ നമുക്കറിയാം സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്, സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ അങ്ങനെ ആ നിലയിൽ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ദൈവത്തെ സേവിച്ചവന് അവന് ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മനുഷ്യനെന്ന നിലയിൽ ചിലപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിരാശകളും ഒക്കെ കടന്നു വരാം. എങ്കിലും അവനെ ധൈര്യപ്പെടുത്തി പിന്നെയും ദൂരയാത്ര നിനക്ക് ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞ്, അവനെ കൊണ്ട് ചില ശുശ്രൂഷകൾ ചെയ്യിക്കുവാനുണ്ടെന്ന് പറഞ്ഞ് അവനെ ദൈവം പിന്നെയും ശക്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ നാം കർത്താവിനെ സേവിച്ച് പരമാർത്ഥയോടും വിശ്വസ്തയോടും കൂടെ അവനെ അനുസരിച്ച് അവനെ സേവിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ്. അതിൽ നാം പരാജയപ്പെട്ടു പോകാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരരുത്. നാം ചിന്തിച്ച് കൊണ്ടിരിക്കുന്ന ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഏലിയാവിൽ കൂടെ വൻ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ മഴ പെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. അത് പ്രാർത്ഥിച്ച് മഴ പെയ്ക്കാതിരുന്നു. അതിനുശേഷമായിട്ട് അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. യാക്കോബ് അപ്പോസ്തലൻ ഓർപ്പിച്ച ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. എങ്കിലും ആ ഏലിയാവിൽ കൂടെ വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൽ കൂടെ ചില ശുശ്രൂഷകൾ, അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ, പ്രവാചകനെ അഭിഷേകം ചെയ്യുവാൻ ഒക്കെ തനിക്കിടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. തനിക്ക് ശേഷമായിട്ട് നമുക്കറിയാം, ഇസ്രായേലിൽ അതിലും ശക്തനായ പ്രവാചകൻ തന്റെ പിൻഗാമി ആയിരിക്കുന്ന എലീശയെ കുറിച്ചൊക്കെ നമ്മൾ ചരിത്രത്തിൽ അതേ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. തന്റെ മേൽ വസിച്ചിരുന്ന ആത്മാവിന്റെ ഇരട്ടി ശക്തി എലീശ പ്രാപിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഒന്നിച്ച് പോകുന്ന യാത്രയൊക്കെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. നമ്മൾ പറയാറുള്ളത് പോലെ ഏലിയാവ് ചെയ്തതിൽ ഇരട്ടി അത്ഭുതങ്ങൾ എലീശയുടെ ജീവിതത്തിൽ ചെയ്യുവാൻ തക്കോണം ഇടയായി തീർന്നു. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, നാം തിരുവചനം പഠിച്ചു വരുമ്പോൾ
ഏലിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ സേവിച്ച് നിൽക്കുന്നു എന്നുള്ളതായ ആ കാര്യമാണ്. ദൈവത്തെ സേവിച്ചവൻ നിൽക്കുന്നു. നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ അന്ത്യം വരെയും ദൈവത്തെ സേവിച്ച് നിൽക്കുന്നു എന്നുള്ള പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിലും ഈ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ കപ്പൽ യാത്രയിൽ പ്രതികൂലങ്ങൾ നേരിട്ട സമയത്ത് പൗലോസ് കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അതെ, കപ്പലിന് തകർച്ചയുണ്ടാകും, കാര്യങ്ങളൊക്കെ സംഭവിക്കുക, എന്നാൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലാണ് ഞാൻ ഓർപ്പിച്ചതായ കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം ഏലിയാവിന്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ശദ്രക്കിന്റെയും മേശക്കിന്റെയും അവേന്ദ്രവുമിന്റെയും ജീവിതത്തോട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ, ഇവിടെ നമുക്ക് പൗലോസിന്റെ ജീവിതത്തിലും ത്തോടും ചേർത്ത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ. ആ ഉറപ്പിലാണ് അതെ പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. ആ വെളിപ്പാടിലാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്താണ് പൗലോസിനോട് പറഞ്ഞത്? പൗലോസേ, നീ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ. അപ്പോൾ ആ പൗലോസിനോട് ദൈവം സംസാരിച്ചു. എൻ്റെ ദൈവം എന്നോട് അത് സംസാരിച്ചു, ഞാൻ സേവിച്ചു വരുന്ന കർത്താവിനോട് സംസാരിച്ചു എന്ന് പറയുകയാണ്. ആ പൗലോസിന്റെ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ അവരെ ബലപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. നമ്മുടെയും വാക്കുകൾ മറ്റുള്ളവരെ നമ്മൾ ദൈവത്തെ പരമാർത്ഥതയോട് സേവിക്കുന്നു എന്നുള്ള സാക്ഷ്യം, ആ ജീവിതം മറ്റുള്ളവരെ അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കൊക്കെ നടത്തുവാനായിട്ട്, വിടുതലിലേക്കൊക്കെ നടത്തുവാനായിട്ട് കാരണമായി തീരും എന്നതിൽ രണ്ടു പക്ഷമില്ല. ആ ഉറപ്പോടും ധൈര്യത്തോടൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് അത് ഇടയായി തീരണം എന്നാണ് ഇന്ന് ഈ സന്ദേശത്തിൽ കൂടെ എനിക്ക് പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ആ പ്രകാരം ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദൈവത്തോട് അത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം. ഞങ്ങളും പ്രാർത്ഥിക്കും എന്ന് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുന്നു. എപ്പോഴും ഇങ്ങനെയുള്ള ഭക്തന്മാരൊക്കെ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ മാതൃകയായിട്ട് അത് നിൽക്കുന്നവരാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം കേട്ടതായ ദൂതിന്റെ ഒക്കെ മുൻപാകെ നമുക്ക് പിന്നെയും ധൈര്യത്തോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ചതുപോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് അടിയന്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ് ഈ പ്രോഗ്രാമിൽ കൂടെ കേൾക്കുന്ന സന്ദേശങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ അനേകർക്ക് വിടുതലും ആശ്വാസമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ വരവും ഏറ്റവും ആസന്നമായിരിക്കുന്നല്ലോ. അവിടുത്തെ വരവുകൾ ഞങ്ങൾ എല്ലാവരും പ്രത്യാശയോടെ കാണപ്പെടുവാൻ കേട്ടതുപോലെ കർത്താവിനെ സേവിച്ച് നിൽക്കുന്ന ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സേവിക്കും എന്ന തീരുമാനത്തോടെ ദൈവം അത് ഞങ്ങളുടെ മരണമോ കർത്താവിന്റെ ഒരുവരെയും പ്രകാരം നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവർക്കും അപ്രകാരം കർത്താവ് കൃപ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത കാര്യങ്ങളും കർത്താവിന്റെ പാദപിടിച്ച് സമർപ്പിക്കുന്നു.
അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനയെ യാതനയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.